നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലേക്ക് ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും ഹാർഡായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഹാർഡ് നോട്ട് പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ് നോട്ട് പാസ് ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. മഴയുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ചലഞ്ചിങ് ആണ് പോക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തുനിന്ന് ഏകദേശം 17 മിനിറ്റോളമാണ് കാണിക്കുന്നത്. 2-3 മൈൽ നമുക്ക് ആകെ പോകാൻ വേണ്ടിയിട്ടുള്ളൂ. ഈ വഴിയിൽ ഡ്രൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ സ്റ്റീപ്പ്, നാരോ റോഡ്സ്, ഇതെല്ലാം കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അത്രയും ടൈം എടുക്കുന്നത്. അപ്പോൾ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണെന്ന് പറയുമ്പം നമുക്ക് ത്രില്ല് കൂടുതലാണ്. പോകുന്ന വഴിയൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് പോകുന്നത് വെയ്നോട്ട് പാസിലേക്കാണ് കേട്ടോ. ഹാർഡ് നോട്ട് പാസിലോട്ട് പോകുന്ന അത്രയും ബുദ്ധിമുട്ടുള്ളൊരു റോഡല്ല. നമുക്ക് മുന്നോട്ട് പോകും തോറും വണ്ടികൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നിർത്തി കൊടുക്കേണ്ടി വരും. നമുക്ക് പോകുന്ന റൂട്ട് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങോട്ട് പോകുന്ന ഈ റോഡിനിപ്പം അത്യാവശ്യം കുറച്ച് വീതിയുണ്ട്. നമുക്കൊരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡാക്കി നിർത്താവുന്നേ ഉള്ളൂ, വിഷയമൊന്നുമില്ല. പക്ഷേ ഭയങ്കര ഫണ്ണാണ് ഈ റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യുന്നത്. നമുക്ക് എന്താണ് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നതെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇവിടെയൊക്കെ ഒരു വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോകുന്തോറും നമുക്ക് ഇത് തന്നെയാണ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത്, ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ. ഇതൊക്കെ ഓരോ കോട്ടേജുകളാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഉള്ളൊരു എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് നമുക്ക് പോകുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നത്. ഇതിൽ ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇടത്ത് വശത്തായിട്ട് ഡെയർ ലിറ്റിൽ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേക്ക് ഉണ്ട്. അവിടെ നിന്ന് ഓപ്പോസിറ്റിൽ ഒരു വണ്ടി വരുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ ഈ സൈഡിൽ ഒതുക്കി കൊടുക്കുന്നു. അവൻ്റെ ഡിഫൻഡർ ആയതുകൊണ്ട് അവൻ ഏതിലെ വേണേലും കൊണ്ടുപോകാം. നമ്മുടെ ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇത് നമ്മൾ കയറിപ്പോകുന്ന വഴിക്ക് ഉള്ള വ്യൂ ആണ് കേട്ടോ. എന്തായാലും ആ കാണുന്ന റോഡ് വഴി നമുക്കങ്ങ് മോളി വരെ കയറിപ്പോണം. പിന്നെ ഇതുണ്ടോ, ഇതെല്ലാം വെള്ളച്ചാട്ടം പോലെ ഒഴുകി വരുന്ന ഇത് ഫുള്ള്. ഇതാണ് നമ്മുടെ വണ്ടി കൊണ്ട് നിർത്തിയേക്കുന്നത്. നമ്മൾ ഇങ്ങനെയുള്ളൊരു സ്പോട്ടിലാണ് കേട്ടോ വന്നത്. ഇത് റൈനോസ് പാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇനി നമുക്കിനിയും കുറേ കൂടെ പോകാനുണ്ട്. ഇത് അങ്ങ് മുകളിലോട്ട് ആണ് നമുക്കിനി കയറി പോകേണ്ടത്. പോളി ഡ്രൈവ് മക്കളെ ലൈഫിൽ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല. ഭയങ്കര തണുത്ത കാറ്റ്. ഇതുണ്ട്, ഇതെല്ലാം വലിയ പാറക്കെട്ടുകളൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ ഒരു 1.5 സ്ഥലം കേട്ടോ. അടിപൊളി. നമുക്കിനി മുകളിലോട്ട് പോവാം. ഈ പാസ് ചെയ്യുന്ന സ്ഥലമാണ് റൈനോസ് പാസ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഹാർഡ് നോട്ട് പാസിലോട്ട് പോകുന്നത്. ഫുള്ള് കോട കയറിയിരിക്കും കേട്ടോ, മഴയുള്ളതുകൊണ്ട് ഫ്രണ്ടില്. കോടയാ ഫുള്ളത്. നമ്മള് റൈനോസ് പാസ് എത്തി. ഇങ്ങോട്ട് വരുന്നത് പക്ഷെ മഴയായതുകൊണ്ട് മഴയത്ത് പോലും ഈ സ്ഥലത്തിന് ഭയങ്കര ഭംഗിയാണ്. എന്നിട്ട് അത് ഫ്രണ്ടിലോട്ട് കാണിച്ചു തരുന്നത്. കോട കയറി പോവാണ്. കോട കയറി വരുന്ന വ്യൂ ആണ് കാണുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് ഇപ്പം കയറി വന്നത് വലിയ കുഴപ്പമില്ല കേട്ടോ. എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നമുക്ക് കയറി ഇങ്ങോട്ട് പോരാ. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. നാട്ടിൽ വലിയ മലയും കുന്നും കണ്ട് വന്ന നമുക്ക് ഈ മലയൊന്നും ഒന്നുമായിട്ട് തോന്നൂല. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതിനേക്കാളും ഹാർഡായിട്ടുള്ളതാണ് ഹാർഡ് നോട്ട് പാസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ റൈനോസ് പാസ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ എത്തി. ഇനി നമ്മൾ ഹാർഡ് നോട്ട് പാസിലോട്ടാണ് പോകുന്നത്. പക്ഷേ മഴ പെയ്തുകൊണ്ടുണ്ടല്ലോ, ഞാൻ ഇപ്പോൾ ഭയങ്കര മഴയാണ് പുറത്ത്.
ഇല്ലെങ്കിൽ പുറത്തിറങ്ങി എന്നിട്ട് കോട കയറുന്ന കാണിച്ചു തരായിരുന്നു. ഫുള്ള് കോട കയറി മൂടി വരുവാ നമ്മുടെ അടുത്തേക്ക്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ കയറി വന്നിട്ടുള്ള സ്ഥലം. ഇതാണ് ആ താഴേക്ക് ഇറങ്ങി പോകുന്നത്. കാറ്റ് കാരണം നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് ഇത് ഫുള്ള് കോട കയറി പോകുന്നതാണ്. എന്നിട്ട് അവിടെ നിന്ന് കോട കയറി മൂടി വരുവാണ് ഇങ്ങോട്ടേക്ക്. കോട പോകുന്നുണ്ടോ? അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ഇത് ശരിക്കും റൈനോസ് പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ കാണിക്കുന്നത് ഇവിടെയാണ്. ഇനി ഞാൻ കാറേ കേട്ടോ പറയുന്നത്, എങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണൊരു വ്യൂ പോയിന്റ് വരുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് താഴേക്കാണ് പോകാനുള്ളത്, ഹാർഡ് നോട്ട് പാസിലേക്ക്. അവിടെയും കൂടെ നമുക്കൊന്ന് പോയിട്ട് വരാം. ഇത് നമ്മുടെ പുലിക്കുട്ടിനെ നമ്മളിവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ റൈനോസ് പാസിൽ നിന്ന് ശരിക്കും ഹാർഡ് നോട്ട് പാസിലോട്ടാണ് ഇനി പോകുന്നത്. ഹാർഡ് നോട്ട് പാസിലോട്ട് പോകാൻ വേണ്ടി റോഡ് നിങ്ങൾ എന്തേലും കാണിക്കാൻ പറ്റുന്നറിയാം. ഇത് മഴ പെയ്ത് ഫുള്ളും പുറത്തിറങ്ങി നനഞ്ഞ് ഞാൻ. പിന്നെ ഇത്രയും സമയം നമ്മൾ കയറ്റമൊക്കെ കയറിയെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി ഇറങ്ങാനാണ് ഉള്ളതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇത് പക്ഷേ കോട കയറുന്നതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ വീഡിയോയ്ക്കകത്ത് എത്ര എഫക്റ്റ് ഉണ്ടാവും നമുക്കറിയാൻ പാടില്ല. പക്ഷേ ഇവിടെ എന്നാണല്ലോ സമ്മറിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഭയങ്കര രസമായിരിക്കും എൻ്റെ മനസ്സ് പറയുന്നു. നമ്മൾ നെക്സ്റ്റ് സമ്മറിൽ എന്നാണല്ലോ ഒന്ന് പ്ലാൻ ചെയ്യും. നമുക്ക് താഴോട്ട് പോയി നോക്കാം. ഇനി ഇറക്കാം കേട്ടോ. ഇനി ക്യാമറ തിരിച്ച് കാണിച്ചോളൂ. താഴോട്ടേക്ക് കണ്ടോ, ഇത് കോട കയറി വരുന്ന കേട്ടോ. നമുക്ക് താഴോട്ടേക്ക് ശരിക്കും 9 മിനിറ്റാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. പൊളി മച്ചാ പൊളി. ഈ കയറ്റം മുഴുവൻ ഇനി കയറി വരണം കേട്ടോ. അവിടുന്ന് ഒരു വണ്ടി വരുന്ന കണ്ടോ നമ്മൾ. അപ്പം നമ്മൾ ഓൾറെഡി നമുക്ക് അവർക്ക് പോകാൻ വേണ്ടിയിട്ടൊരു സ്പേസ് നമ്മളിവിടെ ആക്കി കൊടുക്കുന്നു. ഇവിടെ പാസിങ് സ്പേസ് ഉണ്ടാവും നമുക്കിവിടെ. അപ്പം നമ്മൾ ഈ പാസിങ് സ്പേസ് തീർത്ത് നമ്മൾ ഇവിടെ അങ്ങ് നിർത്തി കൊടുക്കുമ്പോൾ അവർക്ക് പാസ്സാകാൻ വേണ്ടി പറ്റും ആ സൈഡിൽ കൂടെ. അതിന്റെ താഴോട്ട് അങ്ങ് കണ്ടോ റോഡ് കിടക്കുന്നുണ്ടോ. അതുപോലെ ഈ വലത്ത് വശത്ത് കണ്ടോ കാണിച്ചേരി കണ്ടോ. ഇത് ഫുള്ള് കോട കയറി പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളച്ചാട്ടമാണ് ആ കാണുന്നത്, വെള്ളം ഒഴുകി വരുന്നത് ഉണ്ടോ. ഇങ്ങോട്ട് നമുക്ക് നടന്നു പോകാൻ പറ്റും തോന്നുന്നില്ല. റോഡ് ഇങ്ങനെയാണ് കിടക്കുന്നത്. നമുക്ക് 0.1 മൈലും കൂടെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട് ഹാർഡ് നോട്ട് പാസിലേക്ക്. ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റിൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിഭാഗ്യവാന്മാരായിരിക്കും കേട്ടോ. മുകളിൽ നിന്നൊരു വണ്ടി ഇറങ്ങി വരുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ നിർത്തി കേട്ടോ. നമുക്ക് ഭാഗ്യമുണ്ട് മക്കളെ, ഭാഗ്യമുണ്ട്. ഇത് അത്യാവശ്യം ഹാർഡാ കേട്ടോ ഈ റോഡ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കേട്ടോ. എത്തി അവസാനമായി. ഇവിടം വരെ വന്നിട്ട് ഇത് കീഴടക്കിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ത്രില്ല്. വണ്ടിക്കകത്ത് ഞാൻ ഒഴികെ ബാക്കിയെല്ലാവരും പിന്നെ തെറി തുടങ്ങി. നമ്മൾ ഹാർഡ് നോട്ട് പാസിലെത്തി കേട്ടോ. ഹാർഡ് നോട്ട് പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോട്ട് കണ്ടതിനേക്കാളും കുറച്ചും കൂടെ മുന്നോട്ടേക്ക് നമ്മൾ പോയി. ഇനി ഇത് കൂട്ട് പരിപാടിക്ക് ഇവർ ജീവിതത്തിൽ വരിക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതുപോലത്തെ ട്രിപ്പ് നിന്റെ അപ്പനല്ലാണ്ട് ആരും കൊണ്ടുവരാൻ തന്നെ. ഞാനും കുക്കൂലല്ലേടി. ഞാൻ ഒരിക്കലില്ല. അപ്പൊ ഒരു ക്രേസി ഡ്രൈവറാണ്. ഇതെന്നെ പറ്റി കാരണം പാപ്പ ഓടിക്കുന്നത് ഞങ്ങൾ പറയും നിർത്തി അപ്പൊ പറയും ഇച്ചിരി നേരം കൂടെ അത് ഇച്ചിരി നേരം കൂടെ പോകും. അപ്പൊ ഒത്തിരി നേരം അവിടെ തിരിച്ചു പോവാണ്. പുറത്ത് കാണിക്കാണ്. പുറത്ത് ഫുള്ള് മഞ്ഞല്ലേ, എന്നാ കാണിക്കാനാടായിക്ക്. അത് എന്തിനു ഡ്രൈവ് ചെയ്യുന്നത് ആണെങ്കിൽ കാണിച്ചു. പുറത്തിറങ്ങി ഞാനൊന്ന് കാണിച്ചു തരാം. ഭയങ്കര മഴ കേട്ടോ. എന്നാലും ഞാനൊന്ന് ഇറങ്ങി കാണിച്ചു തരാവേ. നമ്മൾ വന്നിട്ടുള്ളതിൻ്റെ അകത്ത് ദ ഹാർഡ് നോട്ട് പാസ് എന്ന് പറഞ്ഞിട്ടുള്ള റെഡ് സ്പോട്ട് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നു. ഞാൻ വണ്ടി തിരിച്ചിട്ടേക്കുവാണ് കേട്ടോ. ഇത് പുറത്ത് മുഴുവൻ കോടയിൽ മൂടിക്കിടക്കുക. നമുക്ക് കോട എല്ലാത്തിൻ്റെ പണ്ടേ വീക്ക്നെസ് ആണല്ലോ.
ഈ ഭയങ്കര കാറ്റാ കേട്ടോ. കുക്കു ഇറങ്ങണ്ടടി, കാറ്റാ. ഇതുണ്ടോ, ഫുള്ള് കോടയിലും കൂടി കിടക്കും കേട്ടോ, ഫുള്ള് കോട. കോടമഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ പൊള്ളതുണ്ട്. മുന്നോട്ടേക്ക് മഞ്ഞ് കാരണം ഒന്നും കാണാൻ വരാം. കുക്കു നോക്കി, ഇതാണ്ടേ ഈ മുതലിനെ നമ്മൾ ഹാർഡ് നോട്ട് പാസിൽ എത്തിച്ചു. അങ്ങനെ നീണ്ട ഒരു അങ്ങനെ ഒരു 2 മണിക്കൂർ അടുത്ത് എടുത്തിട്ടുണ്ടാവും കേട്ടോ ഈ 2 സ്ഥലം പിന്നെ പോയിട്ട് വരാൻ വേണ്ടി. റൈനോസ് പാസും പിന്നെ ഹാർഡ് നോട്ട് പാസും 2 സ്ഥലവും നമ്മൾ കവർ ചെയ്തു. ഒത്തിരി സന്തോഷം മനസ്സിൽ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ ഈ ഹാർഡായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഉള്ളതാണ് ഈ ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ഹാർഡ് നോട്ട് പാസ്. അവിടെ പോകാൻ പറ്റിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ബൈ.